മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണക്കമീൻ എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണല്ലോ. അപ്പം ഞാനിവിടെ ഇന്ന് ഉണക്കമീനാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇത് മുള്ളൻ മീനാണ്. 2 കിലോ മുള്ളൻ മീനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നത്? അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീൻ. ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഉപ്പും മീനും മാത്രം മതി നമുക്ക് ഉണക്കമീൻ റെഡിയാക്കുന്നതിന് വേണ്ടി. ഉണക്കമീനൊക്കെ ഒരുപാട് ഉപ്പിട്ടിട്ടാണ് നമുക്ക് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്. പിന്നെ നമുക്കറിയാൻ പാടില്ല അവർ ഏത് സാഹചര്യത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഞാനിവിടെ ഉണക്കമീനിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ഒരു 3-4 ടീസ്പൂണോളം. ടീസ്പൂണല്ല, ടീസ്പൂണിനും കുറച്ച് വലിയ സ്പൂണാണിത്. അത്രയുമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അച്ചാറിലൊക്കെ ഇടാനും പിന്നെ ഇതേപോലെ ഉണ്ടല്ലോ മീനൊക്കെ ഉപ്പിട്ട് ഉണക്കിയെടുക്കാനൊക്കെ നമുക്ക് കല്ലുപ്പാണ് കുറച്ചും കൂടെ നല്ലത്. കല്ലുപ്പില്ല എങ്കിൽ പൊടിയുപ്പ് യൂസ് ചെയ്യാം. ഞാനിപ്പം മീനിൻ്റെ മുകളിൽ നിറയെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ കൈയൊക്കെ ഇട്ട് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ മീനിൻ്റെ മുള്ളു കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയെന്ന് പറഞ്ഞത്. ചെറിയ മീനായതാണ് നമ്മളിത് ഒരു അരമണിക്കൂറോളം മാത്രമേ ഉപ്പിലിട്ട് വെക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഉണക്കാനായിട്ട് കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. വലിയ മീനാകുമ്പോൾ ഒരുപാട് സമയം നമ്മൾ ഒരു ഡേ ഫുള്ളൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഇതൊരു അരമണിക്കൂറോളം ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ. അപ്പം ചട്ടിയിൽ തന്നെ വെച്ച് കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത വെള്ളവും കൂടി അതിൽ നിന്ന് ഊർന്നിറങ്ങും. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഉണക്കാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് മീനൊക്കെ നിരത്തി വെക്കാം. ഞാനിത് ഓവനിൽ യൂസ് ചെയ്യുന്ന പ്ലേറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ്, വൃത്തിയുള്ള പ്ലേറ്റ് അതിനകത്തേക്ക് നിരത്തി വെച്ചാൽ മതിയാവും. അതിന് പകരം ഒരു വൃത്തിയുള്ള തുണിയിലാണെങ്കിൽ നമുക്ക് മീനൊക്കെ നിരത്തി വെക്കാവുന്നതാണ്. ന്യൂസ് പേപ്പറിലൊന്നും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണങ്ങാനായിട്ട് ഇടരുത്. അത് നമ്മുടെ ഹെൽത്തിന് കൊള്ളൂല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം. എനിക്കൊരു 2 ദിവസമാണ് മീനൊന്നും ഉണങ്ങി കിട്ടാനായിട്ട് എടുത്തത്. ഇതിന് മുകളിൽ വേണമെങ്കിൽ ഒരു കനം കുറഞ്ഞ തുണി വേണമെങ്കിൽ വിരിക്കാം. കാരണം ഉണക്കമീനൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഈച്ചയുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മീനുമേൽ വന്ന് ഈച്ചയൊന്നും ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് കനം കുറഞ്ഞ തുണി നമ്മൾ വിരിച്ചു കൊടുക്കുന്നത്. 2 പാത്രത്തിലായിട്ടാണ് ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചേക്കുന്നത്. ഇത് 2ാമത്തെ ദിവസം ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചേക്കുവാണ്. ആദ്യത്തെ ദിവസം തന്നെ ഇത് പകുതിയോളം ഒന്ന് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിരിച്ചു വെക്കാം. കാരണം ഒരു സൈഡ് മാത്രമാണല്ലോ നന്നായിട്ട് ഉണങ്ങിയേക്കുകയും ഉപ്പൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തേക്കണം. അപ്പോൾ താഴെ ഒന്ന് മറിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മറിച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മുടെ ഉണക്കമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിനകത്തോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിനകത്തോ ഇട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് തണുപ്പൊട്ടും തട്ടാത്ത സ്ഥലത്ത് വേണം സൂക്ഷിച്ച് വെക്കാനായിട്ട്. കാരണം ഉപ്പാണല്ലോ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ തണുപ്പൊക്കെ തട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻ വേഗം ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്. എന്നിട്ട് ആവശ്യം പോലെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ഉണക്കമീൻ നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള പുതിയ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.